എല്ലാ ടീമും വേൾഡ് കപ്പ് നേടാൻ വേണ്ടി വരുമ്പോൾ വേൾഡ് കപ്പ് നിലനിർത്താൻ വേണ്ടി വരുന്ന ടീമാണ് അർജന്റീന. ഇത് ഞാൻ പറഞ്ഞതല്ല, അർജന്റീനയുടെ കോച്ചായിട്ടുള്ള ലയണൽ സ്കലോണി പറഞ്ഞിട്ടുള്ളതാണ്. ലയണൽ സ്കലോണിയുടെ കീഴിൽ അർജന്റീന കളിച്ച എല്ലാ ടൂർണമെന്റും അവർ സ്വന്തമാക്കി, അവർ നേടി. അപ്പോൾ അങ്ങനെയുള്ള ലയണൽ സ്കലോണിയുടെ അർജന്റീന ടീമിന്റെ അറ്റാക്കിംഗ് നിരയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ലയണൽ മെസ്സി ഉൾപ്പെടുന്ന ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു അറ്റാക്കിംഗ് നിര ഇപ്പോഴും ആ ഒരു അർജന്റീനൻ ടീമിനുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട, ആർക്കും ഒരു സംശയവും വേണ്ട. പലരും വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് നിരയായിട്ട് അർജന്റീനയുടെ അറ്റാക്കിംഗ് നിര കാണത്തില്ല എന്നതാണ്. പക്ഷേ വേൾഡ് കപ്പ് നേടാനായിട്ട് ഈ ഒരു അറ്റാക്കിംഗ് നിര മതി, ഇത് തന്നെ ധാരാളം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് നിരയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി പാർട്ടുകൾ, അതായത് ഇപ്പോൾ ഇത് അറ്റാക്കിംഗ് ആണ്, അതുപോലെ തന്നെ ഡിഫൻസ്, അതുപോലെ തന്നെ മറ്റേ മിഡ്ഫീൽഡ്, ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് നോക്കണം വീഡിയോസിലായിട്ട്. ഈ ഒരു അർജന്റീനയെ കുറിച്ച് മാത്രമല്ല മറ്റ് ടീമുകളെ കുറിച്ചും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലും പറയുക. അപ്പോൾ അർജന്റീനയുടെ അറ്റാക്കിംഗ് നിരയെ കുറിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു പേര് ലയണൽ മെസ്സിയുടെ തന്നെയാണ്. 38 വയസ്സുള്ള ലയണൽ മെസ്സി സ്റ്റിൽ ഇപ്പോഴും ഏത് മത്സരത്തിലും ഗോൾ അടിക്കാൻ പറ്റുന്ന, ഏത് മത്സരത്തിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഗോൾ അടിക്കാൻ, അതുപോലെ തന്നെ അസിസ്റ്റുകൾ നൽകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അദ്ദേഹത്തിന്റെ 20 വയസ്സിൽ ചെയ്തതും ഇപ്പോഴും അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് മെസ്സി ഉള്ളത്. നമുക്ക് ഇന്റർ മയാമിയുടെ മത്സരങ്ങൾ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള അവസാന മത്സരങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ലയണൽ മെസ്സി ഇപ്പോഴും മെസ്സി തന്നെയാണ്. 38 വയസ്സ് ഒരു വയസ്സേ അല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അർജന്റീനയ്ക്ക് വേണ്ടി ആൾ ഇതുവരെ 198 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 116 ഗോളുകൾ നേടിയിട്ടുണ്ട്, 61 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 64 അസിസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ നോക്കിയപ്പോൾ 61 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും മികച്ചൊരു പെർഫോമൻസ് ആള് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു സംശയം വേണ്ട. ഈ ഒരു വേൾഡ് കപ്പിലും ആളുടെ ഒരു ബ്രില്യൻ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും എന്നതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ എടുക്കുക, ഇത് ലയണൽ മെസ്സിയുടെ 6ാമത്തെ വേൾഡ് കപ്പാണ്. കഴിഞ്ഞ 5 വേൾഡ് കപ്പിലും മെസ്സി ആ ഒരു വേൾഡ് കപ്പ് നേടണം, അങ്ങനെ ഒരു പ്രഷറിലാണ് വേൾഡ് കപ്പിന് വരുന്നത്. സാധാരണ ഫുട്ബോൾ വളരെ എൻജോയ് ചെയ്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് മെസ്സി, അല്ലേ? അപ്പോൾ പ്രഷറിലായിരുന്നു ഇത്രയും കാലം മെസ്സി വേൾഡ് കപ്പിന് വന്നുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതൽ അർജന്റീനയ്ക്ക് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ മെസ്സിക്ക് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രഷറും ഇല്ല. മെസ്സിക്കും പ്രഷറില്ല, ടീമിനും പ്രഷറില്ല, ഫാൻസിനും പ്രഷറില്ല. എല്ലാവരും വളരെ കാമായിട്ടാണ് വരുന്നത്. അതിന് കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നേടി എന്നത് തന്നെയാണ്. ഈ ഒരു വേൾഡ് കപ്പ് നേടിയാലും നേടിയില്ലെങ്കിലും മെസ്സിക്ക് അത് ഒരു രീതിയിൽ മെസ്സിയെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ലയണൽ മെസ്സി ഈ ഒരു വേൾഡ് കപ്പിന് വരുന്നത് ഈ ഒരു മെന്റാലിറ്റിയിലാണ്. മെസ്സി മാത്രമല്ല, ആ ടീം തന്നെ ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണ് വരുന്നത്. വേൾഡ് കപ്പ് നിലനിർത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് അറ്റാക്കിംഗ്. ഒരു ടീമിനെ സംബന്ധിച്ച് ഡിഫൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, മിഡ്ഫീൽഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഗോൾ കീപ്പിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, അതുപോലെ തന്നെയാണ് അറ്റാക്കിംഗ്. ഡിഫൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു മത്സരം ജയിക്കാൻ പറ്റത്തില്ലല്ലോ. ചില ആളുകൾ പറയുന്നുണ്ട് ആ ഡിഫൻസ്, നല്ല ഡിഫൻസ് ഉണ്ടെങ്കിൽ കപ്പടിക്കാം. നല്ല ഡിഫൻസ് ഉണ്ടെങ്കിൽ കപ്പടിക്കാം, പക്ഷെ ഗോൾ അടിക്കാതെ കളി ജയിക്കത്തില്ല. അപ്പോൾ അതൊരു സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ അറ്റാക്കിങ്ങിൽ ഏറ്റവും കീ ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് ലയണൽ മെസ്സിയാണ്, ഒരു സംശയം വേണ്ട. 2022 ആ ഒരു വേൾഡ് കപ്പ് നേടുന്ന അർജന്റീനൻ ടീമിൽ മെസ്സി ഇല്ലെങ്കിൽ ആ ഒരു ടീമിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ടീം അങ്ങനെയല്ല. മെസ്സി ഇല്ലെങ്കിൽ പോലും, മെസ്സിയുടെ പെർഫോമൻസ് ഇല്ലെങ്കിൽ പോലും കപ്പടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് നിലവിൽ അർജന്റീന. 2024 നടന്നിട്ടുള്ള കോപ്പ അമേരിക്കയാണ് ഏറ്റവും വലിയ ഉദാഹരണം. കോപ്പ അമേരിക്ക അവർ വളരെ സിമ്പിൾ ആയിട്ടാണ് അടിച്ചത്. അതിൽ മെസ്സിയുടെ ഒരു ഗോൾ എന്താണ് മെസ്സി നേടിയിട്ടുണ്ടായിരുന്നത്. മെസ്സിയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെ ഇല്ലായിരുന്നു. ഫൈനലിൽ മെസ്സിക്ക് ഇഞ്ചുറി പറ്റി ആൾ കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഈസി ആയിട്ട് അവർ ആ ഒരു കോപ്പ അമേരിക്ക സ്വന്തമാക്കി എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി ഇല്ലെങ്കിലും ഏത് കപ്പും നേടാൻ പറ്റുന്ന, ഏത് ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അർജന്റീന മാറി. അങ്ങനെ മാറിയ ടീമിൽ മെസ്സി ഉണ്ട്. അപ്പോൾ മോർ ഡേഞ്ചർ ആണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലെ 2ാമത്തെ പ്ലെയർ ജൂലിയൻ ആൽവാരസ് ആണ്. ജൂലിയൻ ആൽവാരസ് 26 വയസ്സുകാരനായിട്ടുള്ള ജൂലിയൻ ആൽവാരസിനെ കുറിച്ച് പറയുമ്പോൾ ആള് ഇതുവരെ 51 മത്സരങ്ങൾ ഈ ഒരു ടീമിന് വേണ്ടി, അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 14 ഗോളും 4 അസിസ്റ്റും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ മികച്ചൊരു പെർഫോമൻസ് ആൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആളുടെ ഒരു മികച്ചൊരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്.
കണ്ടതാണ്. അതുപോലെ തന്നെ ക്ലബ് ഫുട്ബോളിൽ നോക്കിക്കഴിഞ്ഞാൽ 100 മില്യണിൻ്റെ ഒരു ഓഫർ ഒരു ടീം നൽകിയിട്ടും ഇദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ആളെ നൽകാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആളുടെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ചാമ്പ്യൻസ് ലീഗിലടക്കം വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ആൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് മൂന്നാമത്തെ പ്ലെയർ ലൗറ്ററോ മാർട്ടിനസ്. വളരെ മികച്ച പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ലൗറ്ററോ മാർട്ടിനസ്. ഒരു സംശയം ആർക്കും വേണ്ട. അതിൽ 75 മത്സരങ്ങൾ ഇതുവരെ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു. 36 ഗോളും അതുപോലെ തന്നെ 11 അസിസ്റ്റും. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സമയത്ത് അർജന്റീനയുടെ മത്സരമുണ്ട്. ഇന്ന് അർജന്റീനയുടെ മത്സരമുണ്ട്. 7-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ, വെളുപ്പിന്. അപ്പം ഇന്ന് മത്സരമുണ്ട്. അപ്പോൾ മത്സരം കഴിയുമ്പോൾ ഈ ഒരു കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൗറ്ററോ മാർട്ടിനസിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആ ഒരു ഇതിൽ കോപ്പ അമേരിക്കയിൽ അവിടുത്തെ ടോപ്പ് സ്കോറർ 5 ഗോളുമായിട്ട് ടോപ്പ് സ്കോറർ ആകുകയും ഫൈനലിൽ അർജന്റീനയുടെ വിജയ ഗോൾ നേടുകയും ചെയ്തത് ഇതേ ലൗറ്ററോ മാർട്ടിനസ് ആണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ആളെ സംബന്ധിച്ച് മോശമായിരുന്നെങ്കിൽ പോലും വരുന്ന വേൾഡ് കപ്പിൽ ആളുടെ ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്ത 4ാമത്തെ താരം എന്ന് പറയുന്നത് നിക്കോളസ് ഗോൺസാൽവസ് ആണ്. ലെഫ്റ്റിലും റൈറ്റിലും കളിക്കാൻ പറ്റുന്ന 28 വയസ്സുള്ള താരം. 50 മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 6 ഗോളും 4 അസിസ്റ്റുമാണ് ആൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് വരുന്നത്. വളരെ മികച്ച രീതിയിൽ ആൾക്ക് ചില മത്സരങ്ങളിൽ കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. 5ാമത്തെ താരം എന്ന് പറയുന്നത് തിയാഗോ അൽമേഡയാണ്. അറ്റാക്കിംഗ് മിഡും ലെഫ്റ്റ് വിങ്ങറായിട്ട് ആൾക്ക് കളിക്കാൻ പറ്റും. 25 വയസ്സുള്ള താരം. 14 മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു. 4 ഗോളും അതുപോലെ തന്നെ 3 അസിസ്റ്റുമാണ് ആൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 6ാം സ്ഥാനത്ത് 6ാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് സിമിയോണാണ്. സിമിയോണിയുടെ മകനായിട്ടുള്ള സിമിയോണി. അപ്പോൾ സിമിയോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 11 മത്സരങ്ങൾ കളിച്ചു, 1 ഗോൾ നേടിയിട്ടുണ്ട്, അസിസ്റ്റുകളൊന്നുമില്ല എന്നതാണ്. പിന്നെ ഉള്ളത് 7ാമത്തത് അർജന്റീനയുടെ നിലവിലെ വണ്ടർ കിഡ് ആയിട്ടുള്ള നിക്കോ പാസ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള താരം. 8 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും 1 അസിസ്റ്റും ഇതുവരെ അർജന്റീനയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിലവിലെ സിറ്റുവേഷൻ അർജന്റീനയുടെ അറ്റാക്കിംഗ് നിരയിലുള്ളത്. നമ്മൾ നോക്കുന്ന സമയത്ത് 38 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള താരങ്ങളുണ്ട്. വളരെ ബാലൻസ്ഡ് ആയിട്ടാണ്. ഏജ് ഗ്രൂപ്പിൽ നോക്കുമ്പോൾ എക്സ്പീരിയൻസ്, അങ്ങേയറ്റം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറും ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയറും രണ്ടും ഉണ്ട് അർജന്റീനയുടെ ഈ ഒരു സ്ക്വാഡിൽ, അറ്റാക്കിംഗ് യൂണിറ്റിൽ. വളരെ മികച്ച രീതിയിൽ ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് അർജന്റീനയ്ക്ക് കളിക്കാൻ പറ്റുമെന്നതാണ്. ഇനി പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് അർജന്റീനയുടെ ഈ ഒരു സ്ക്വാഡിലെ ഈ ഒരു അറ്റാക്കിംഗ് യൂണിറ്റിലെ പോസിറ്റീവ് എന്ന് പറയുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. മെസ്സിയുടെ ആ ഒരു ഗെയിമാണ്, മെസ്സിയുടെ ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയേണ്ട സംഭവം. പിന്നെ ഉള്ളത് വെർസാലിറ്റിയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ ലയണൽ മെസ്സി ആൾക്ക് ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കാൻ പറ്റും, അല്ലേ? ഒരു ഫാൾസ് നയനായിട്ട് കളിക്കാൻ പറ്റും, അറ്റാക്കിംഗ് മിഡായിട്ട് വേണമെങ്കിൽ കളിപ്പിക്കാം. അതുപോലെ തന്നെ റൈറ്റിലും മെസ്സിയെ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ മെസ്സിയെ കളിപ്പിക്കാൻ പറ്റും. പിന്നെ നോക്കുമ്പോൾ ജൂലിയൻ ആൽവാരസിന് വേണമെങ്കിൽ വിങ്ങി കളിപ്പിക്കാം, സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെൻറ്റർ ഫോർവേഡായിട്ട് ഉപയോഗിക്കാം. ലൗറ്ററോ മാർട്ടിനസ് ആളൊരു പ്യുവർ സെൻറ്റർ ഫോർവേഡാണ്, വേറെ പൊസിഷനിലൊന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ ഉള്ളത് നിക്കോളസ് ഗോൺസാൽവസ്. ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന താരമാണ് നിക്കോളസ് ഗോൺസാൽവസ്. പിന്നെ ഉള്ളത് തിയാഗോ അൽമേഡ. ആളെ സംബന്ധിച്ച് ലെഫ്റ്റിലും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡായിട്ടും ആളെ കളിപ്പിക്കാൻ പറ്റും എന്നതാണ്. നിക്കോ പാസിനെ ഒരു അറ്റാക്കിംഗ് മിഡ് പൊസിഷനിലും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലും നിക്കോ പാസിനെ കളിപ്പിക്കാൻ പറ്റും എന്നതാണ്. അപ്പം ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ആണ്. ലെഫ്റ്റ് വിങ്ങിലും ചില മത്സരങ്ങളിൽ നിക്കോ പാസ് കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വെർസാലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടോപ്പ് ലെവൽ വെർസാലിറ്റി ഉള്ള ഒരു ടീമാണ്. അത് മാത്രമല്ല ഏറ്റവും എടുത്തു വരേണ്ട മറ്റൊരു പോസിറ്റീവാണ് 2 സെൻറ്റർ ഫോർവേഡ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 4 ഗോളുമായിട്ട് മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു സെൻറ്റർ ഫോർവേഡ് ജൂലിയൻ ആൽവാരസും കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ 5 ഗോളുമായിട്ട് ടോപ്പ് സ്കോറർ ആയിട്ടുള്ള കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ വരെ ഗോൾ അടിച്ചിട്ടുള്ള ലൗറ്ററോ മാർട്ടിനസും. അപ്പോൾ 2 സെൻറ്റർ ഫോർവേഡ്, രണ്ടും ഒന്നിനൊന്നിന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന 2 ലോകോത്തര നിലവാരമുള്ള സെൻറ്റർ ഫോർവേഡ്സ് ഉള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പല ടീമിനും അതില്ല. പല ടീമും ഇപ്പോൾ സ്പെയിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വലിയ ലോകോത്തര നിലവാരമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ളതാരൊക്കെയാണ് ഫെറാനും അതുപോലെ തന്നെ ഒയസബാലുമാണ്. ഒയസബാലു വളരെ മികച്ച പ്ലെയറാണ്, ഫെറാനും മികച്ച പ്ലെയറാണ്. പക്ഷെ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട് എന്നത് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ ഒരു വേൾഡ് കപ്പിന് പോകുന്ന പല ടീമുകൾക്കും ഒറ്റ സെൻറ്റർ ഫോർവേഡൊക്കെ ഉള്ളൂ. ജർമ്മനി നോക്കുക, ജർമ്മനിയുടെ ഒക്കെ അവസ്ഥ എന്താ? സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കായ് ഹെവേർട്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വലിയ ഒരു വീക്ക് പോയിന്റ് ആണ് ഈ ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 2 സെൻറ്റർ ഫോർവേഡ്സ്
ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള 2 പേരുണ്ട് എന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്നതിൽ ഒരു സംശയമില്ല. പിന്നെ ഉള്ളതാണ് ഈ ഒരു ബാലൻസ്. ഈ ഒരു അറ്റാക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഏജ് വൈസ് നോക്കുകയാണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിലും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അറ്റാക്കിംഗ് യൂണിറ്റ് ആണ് നിലവിൽ അർജന്റീനയ്ക്കുള്ളത് എന്നതാണ്. ഇനി നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ സംസാരിക്കുമ്പോൾ ലെഫ്റ്റ് വിങ് ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ടീമിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയർ എന്ന് പറയുമ്പോൾ തിയാഗോ അൽമേഡയും അതുപോലെ തന്നെ നിക്കോളസ് ഗോൺസാലോസും ആണ്. ഈ 2 പ്ലെയേഴ്സിനെയാണ് ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കാൻ പറ്റുക. ഈ 2 പ്ലെയേഴ്സിൻ്റെയും ആ ഒരു ലെഫ്റ്റ് സൈഡിലെ പെർഫോമൻസ് എനിക്ക് ഇവർ രണ്ടുപേരും ലോകോത്തര നിലവാരത്തിൽ കളിക്കുന്ന ടൈപ്പ് പ്ലെയേഴ്സ് അല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവിടെ നമുക്ക് ഡി മരിയെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഡി മരിയ വരുന്ന വേൾഡ് കപ്പിൽ എന്തായാലും ഇല്ല, ആൾ റിട്ടയർഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 പൊസിഷൻസിലും ഈ ഒരു ലെഫ്റ്റ് വിങ് ഈ ഒരു പൊസിഷനിലുള്ള ഈ 2 പ്ലെയേഴ്സിനെ സംബന്ധിച്ച് ഇവർ ലോകോത്തര നിലവാരമുള്ള പ്ലെയേഴ്സ് ഒന്നും അല്ല എന്നതാണ്. അപ്പോൾ അത് ടീമിനെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ലെഫ്റ്റ് വിങ് അത്ര സ്ട്രോങ് അല്ല എന്നത്. പക്ഷേ അർജന്റീനയുടെ ഗെയിം സ്റ്റൈല് സാധാരണ 4-4-2 ഫോർമേഷനൊക്കെയാണ് അർജന്റീന ഉപയോഗിക്കാറ്. അപ്പം അങ്ങനത്തെ ഒരു ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ വിങ്ങേഴ്സിന് വലിയൊരു റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിങ്ങേഴ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റോളൊന്നും വിങ്ങേഴ്സിന് ഈ ഒരു അർജന്റീനയുടെ ലയണൽ സ്കലോണിയുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നതാണ്. ഡി മരിയ കളിച്ചിരുന്നപ്പോൾ അതുണ്ടായിരുന്നു. അല്ലാതെ വേറെ വിങ്ങേഴ്സിനൊന്നും ആ ഒരു വിങ്ങേഴ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ളത് എന്താ, വിങ്ങിലേക്ക് പോവുക, ഡീപ്പ് വിങ്ങിൽ പോയിട്ട് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇൻസൈഡിലേക്ക് കയറുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികൾ അവിടെ ഭയങ്കര കുറവാണ്, റെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. വേൾഡ് കപ്പിന്റെ ഫൈനലിൽ നമ്മൾ കട്ട് ചെയ്ത് ഇൻസൈഡിലേക്ക് കയറി ബോക്സിനകത്ത് ഫൗൾ ചെയ്യപ്പെട്ടു, വീണു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു പെനാൾട്ടി ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഡീമരിയുടെ ആ ഒരു കേസിൽ. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഡീമരി ഉണ്ടായിരുന്നപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആ ഒരു കോപ്പയിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ പരിപാടി ഈ ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജന്റീന അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സംഭവത്തിൽ എന്നതിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റ് വിങ് വലിയ രീതിയിൽ ഉപയോഗിക്കാതെ ഈ ഒരു അർജന്റീന കളിക്കാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ് എന്നതാണ്. സെൻറ്ററിൽ കൂടെയുള്ള അറ്റാക്കുകൾ കൂടുതലായിട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിങ് ബാക്സ്, ലെഫ്റ്റ് വിങ് ബാക്ക് ആയാലും റൈറ്റ് വിങ് ബാക്ക് ആയാലും നന്നായിട്ട് ഡീപ്പിലേക്ക് പോയി ക്രോസ് ചെയ്യാൻ പറ്റുന്ന, ഡീപ്പിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ ബോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന, കട്ട് പാസുകൾ നൽകാൻ പറ്റുന്ന ടൈപ്പ് പ്ലേയേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അതും വലിയ രീതിയിൽ ബാധിക്കാതെ പോകും. ഇവർ ഈ ഒരു ഗോൺസാലോസ് ആയാലും തിയാഗോ അൽമേഡ ആയാലും മറ്റു ടീമുകളുടെ ഒരു ലെഫ്റ്റ് വിങ്ങേഴ്സിനെ പോലെ, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും സ്പെയിൻ്റെയും അതുപോലെ തന്നെ ജർമ്മനിയുടെ, അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഈ ഫ്രാൻസിൻ്റെ, ഇവരെയൊക്കെ ഒരു ലെഫ്റ്റ് വിങ്ങിലുള്ള പ്ലെയേഴ്സിൻ്റെ ആ ലെവലിലേക്കുള്ള പ്ലെയർ അല്ലെങ്കിൽ പോലും ഇവരും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സൊക്കെ തന്നെയാണ്. ഒരു അർജന്റീനയ്ക്ക് വേണ്ടി അവർ അവരുടേതായിട്ടുള്ള ഒരു 100% കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സംഭവമുണ്ട് എന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ബിഗ് മാച്ചസ് കളിച്ചുള്ള എക്സ്പീരിയൻസിന്റെ കാര്യം, ലയണൽ മെസ്സിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ജൂലിയൻ ആൽവാരസും ഓക്കെയാണ്, ലൗറ്ററോ മാർട്ടിനസും ഓക്കെയാണ്. പിന്നെ ബാക്കിയുള്ള 4 അറ്റാക്കിംഗ് പ്ലെയേഴ്സും ആ ഒരു ലെവലിൽ നിൽക്കുന്നവരാണോ എന്നത് സംശയമാണ്. ഇപ്പോൾ നിക്കോളസ് ഗോൺസാൽവസിനെ എടുക്കുക, ആൾ 50ഓളം മത്സരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആൾ ഒരിക്കലും ആ ഒരു ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ആൾ കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള വേൾഡ് കപ്പ് ടൂർണമെന്റ്സിലുള്ള വലിയൊരു എക്സ്പീരിയൻസ് ഇവർക്കില്ല എന്നതാണ്. ഇപ്പോൾ തിയാഗോ അൽമേഡയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ആളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിൽ എന്തോ സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയൊരു എക്സ്പീരിയൻസ് ആൾക്കും പറയാനായിട്ട് ഇല്ല എന്നതാണ്. വേൾഡ് കപ്പ് ഒന്നും കളിച്ചുള്ള എക്സ്പീരിയൻസ് ആൾക്കും ഇല്ല എന്നതാണ് റിയാലിറ്റി. പിന്നെ നമുക്ക് നോക്കുമ്പോൾ സിമയോൺ, ആൾ ആദ്യത്തെ വേൾഡ് കപ്പാണ് കളിക്കാൻ പോകുന്നത്. ആള് എനിക്ക് തോന്നുന്നു കോപ്പ അമേരിക്കയിൽ ആളില്ലായിരുന്നു എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നിക്കോ പാസ്, ആൾ ഭയങ്കര യങ്ങാണ്, 10 മാച്ച് പോലും കളിച്ചിട്ടില്ലാത്ത പ്ലെയറാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ടീമിലുണ്ട്. അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേൾഡ് കപ്പ് കളിച്ച് പരിചയമുള്ള താരങ്ങൾ എന്ന് പറയുമ്പോൾ ആകെ 3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ബിഗ് ടൂർണമെന്റ്സുകളിൽ ഇല്ല, ബിഗ് മാച്ചസിൽ ഇല്ല എന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ ഇറക്കുമ്പോൾ ഇത് എന്തായാലും ഒരു 10-15 മിനിറ്റ് ഒക്കെ ഇവർ കളിക്കും. ഒരു കുറഞ്ഞത് 20-25 മിനിറ്റ് ഒക്കെ സബ്ബായിട്ട് ഇറങ്ങിയാൽ പോലും കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബിഗ് മാച്ചിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യും എന്നത് കണ്ടറിയണം. അപ്പോൾ ഇതാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓവറോൾ നോക്കുന്ന സമയത്ത് അർജന്റീനയ്ക്ക് നല്ലൊരു അറ്റാക്കിംഗ് യൂണിറ്റ് ഉണ്ട്. ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2 സെൻറ്റർ ഫോർവേഡ്സ് ഒരേപോലെ കളിക്കാൻ പറ്റുന്ന, ഒരേ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സെൻറ്റർ ഫോർവേഡ്സ് ഉണ്ട്. സബ്ബായിട്ട് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നതാണ്. അവരുടെ പൊട്ടൻഷ്യൽ അവർക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും എന്നതാണ്. പിന്നെ മെസ്സി ഉണ്ട്. മെസ്സിയുടെ ക്രിയേറ്റിവിറ്റി
അത് ഒരു വേൾഡ് ക്ലാസ് സംഭവമാണ്. അത് ഇപ്പോഴും 38-ാം വയസ്സിൽ ആളത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.